സർവകലാശാലയിലെ അധികാര പോരിൽ കടുപ്പിച്ച വി.സി. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനം തടയാൻ നിർദ്ദേശം നൽകി. വാഹനം സർവകലാശാലയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കാൻ ഡോക്ടർ മിനി കാപ്പനും സെക്യൂരിറ്റി ഓഫീസർക്കും വി.സി. അറിയിപ്പ് നൽകി. കാറിന്റെ താക്കോൽ ഡ്രൈവറിൽ നിന്ന് വാങ്ങി ഡോക്ടർ മിനി കാപ്പനെ ഏൽപ്പിക്കാൻ സെക്യൂരിറ്റി ഓഫീസറോട് ഗവർണർ ആവശ്യപ്പെട്ടു. അതേസമയം സെക്യൂരിറ്റി ഓഫീസർ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, കടുപ്പിച്ച് തന്നെയാണ് വി.സി. അദ്ദേഹം ആദ്യം നടത്തിയ പരാമർശങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. രജിസ്ട്രാറുടെ നിയമനം അസാധുവാണ് എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ പ്രതികരണം തന്നെ. ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ചുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് വി.സി. കടക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ? അഖില, തീർച്ചയായും ഈ കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാറിന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് വിലക്ക് കൽപ്പിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം സസ്പെൻഷനിലാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വൈസ് ചാൻസലർ ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാറിൻ്റെ ഔദ്യോഗിക വാഹനം തടയാനുള്ളൊരു ശ്രമം നേരത്തെ തന്നെ വൈസ് ചാൻസലർ നടത്തിയിരുന്നു. ഈ തടഞ്ഞുവയ്ക്കൽ ശ്രമമാണ് ഇപ്പോൾ ഒരു നിർദ്ദേശമായി തന്നെ സെക്യൂരിറ്റി ഓഫീസർക്കും താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പനും വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. വാഹനം തടയുകയും അതിനോടൊപ്പം തന്നെ വാഹനം സർവകലാശാലയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കാനുമാണ് ഇപ്പോൾ താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ മിനി കാപ്പനും അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസർക്കും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഡ്രൈവറുടെ രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാറിൻ്റെ ഡ്രൈവറുടെ പക്കൽ നിന്നും വാഹനത്തിൻ്റെ താക്കോൽ വാങ്ങി സെക്യൂരിറ്റി ഓഫീസർ അത് ഡോക്ടർ മിനി കാപ്പനെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാറിൻ്റെ പ്രതികരണം മറ്റൊരു തരത്തിലാണ്. താൻ ഇന്ന് വൈകിട്ടും വീട്ടിലേക്ക് പോയത് ഔദ്യോഗിക വാഹനത്തിലാണ്. അതിനോടൊപ്പം തന്നെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഓഫീസറെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള നിർദ്ദേശവും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് കെ.എസ്. അനിൽകുമാറിൻ്റെ വാദം. പക്ഷേ അതേസമയം നാളെ രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് ഔദ്യോഗിക വാഹനത്തിൽ തന്നെ എത്താനുമാണ് രജിസ്ട്രാറായിട്ടുള്ള കെ.എസ്. അനിൽകുമാറിൻ്റെ നീക്കം. അഖില, രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനം തടയാനാണ് ഇപ്പോൾ വി.സി. നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനം സർവകലാശാലയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കാനാണ് ഡോക്ടർ മിനി കാപ്പനും സെക്യൂരിറ്റി ഓഫീസർക്കും വി.സി. അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാർത്തയാണ് ഇപ്പോൾ വന്നത്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.